പണം നൽകിയെന്ന ആരോപണം നേരിടുന്ന സിമി സജീവ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പാലക്കാട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എത്തിയപ്പോഴാണ് സിമി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ആ ശോഭാ സുരേന്ദ്രനൊപ്പം സിമി നിൽക്കുന്ന ഫോട്ടോയാണ്, കോൺഗ്രസ് പുറത്തുവിട്ട ഫോട്ടോയാണ് ഇപ്പോൾ പ്രിയ പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ ഒരു വിഷ്വൽ കണ്ടാണ് ആ അമ്മയ്ക്ക് കൊണ്ട് പൈസയും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതാ. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ ആ ശോഭയുടെ കാറിനകത്ത് ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് പോലും കുറെ ആൾക്കാർ വന്നിട്ട് ഇരുന്ന് വെളുപ്പിക്കുന്നു. അവർ കയറുന്ന കണ്ടോ, അവരിറങ്ങുന്ന കണ്ടോ? നാണമില്ലേ എന്ന് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നേ. ഇവർക്കൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ, അയ്യോ, ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ചിരി വരുവാ വേണ്ടത്. വല്ല ഞാൻ തിരിച്ച് കമന്റ് ഇട്ടപ്പോൾ ഞാൻ തിരിച്ച് നല്ല കൊടുക്കാന്ന് കരുതിയ. പിന്നെ ആലോചിച്ച് നമുക്ക് അറിയാവുന്ന വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പിള്ളേരാന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും ചിരി വരുന്നത്. എന്താ പറയാ, കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോങ് വീഡിയോസ് ഒന്നും അവർ കാണാൻ, ചില ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും വരുന്നില്ല. നമുക്ക് ബാക്കി വെക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ശോഭയുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. അവർ ഇന്നലെ പാലക്കാടും ഉണ്ടായിരുന്നു. ഈ പറയുന്ന കൊട്ടുകലാശവും ഇതിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെക്കാം, നിങ്ങൾ കാണും. പൈസ നൽകിയ വെളുത്ത ചുരിദാറിട്ട സ്ത്രീ ആരാണ്? ആ ചോദ്യമാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പാലക്കാട് ഇങ്ങനെ ഒഴുകി നടന്നിരുന്നത്. ശോഭ പറയുന്നു, അങ്ങനെ ഒരു സ്ത്രീയെ തനിക്ക് അറിയേയില്ല, തന്റെ കാറിൽ അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ താങ്കളുടെ കാറിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ വരുന്നുണ്ടല്ലോ ചോദിച്ചപ്പോൾ അതൊരു നിഴൽ മാത്രമായിരുന്നു എന്നാണ് ശോഭയുടെ മറുപടി. എന്നാൽ അത് നിഴലല്ല എന്ന ഒരു തെളിവുകൾ ഉൾപ്പെടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത് കണ്ണാടിയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനേഷ് സർഗയാണ്. നിങ്ങൾ പറയുന്നത് അവർ സജീവമായിട്ട് ഈ പൈസ നൽകിയ സ്ത്രീ ഇവിടെ തന്നെ ഉള്ള സ്ത്രീയാണ്. അവര് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ, ശോഭാ സുരേന്ദ്രൻ ഈ പാലക്കാട് വന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ ഉള്ളവരാണ്. ഇവിടെ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചോളം വന്നു. സിമി സജീവ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജനിച്ചതും മുംബൈ മലയാളിയുമായിട്ടുള്ള സ്ത്രീയാണ് ഇന്ന് പണം നൽകുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇവര് 3-4 ദിവസം മുൻപ് കണ്ണാടിയിൽ കേന്ദ്രമന്ത്രി വന്ന പരിപാടിയിൽ അവിടെ ശോഭാ സുരേന്ദ്രന്റെ കൂടെ ആ പരിപാടിയിൽ ഇവർ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ദിവസമായി കണ്ണാടികൾ പണം നൽകുന്ന കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുക്കുന്നത് ഈ സ്ത്രീയാണ്. ഇന്നലെ കലാശക്കൊട്ടിൽ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് പങ്കെടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഉൾപ്പെടെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഞാൻ അതൊന്നും കൂടെ ഒന്ന് വെച്ചാൽ എനിക്ക് ആ ശോഭ മാത്രമായിരുന്നു എന്നാണ് ഇവിടെ അത് പോയാ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പാലക്കാട് ഇങ്ങനെ ഒഴുകി നടന്നിരുന്നത്. ശോഭ പറയുന്നു, അങ്ങനെ ഒരു സ്ത്രീയെ തനിക്ക് അറിയേയില്ല, തന്റെ കണ്ടോ ആ സ്ത്രീ അവിടെ നിൽക്കുന്നു. ആ കഥ ഡോറ് തുറന്നിങ്ങനെ നോക്കുന്നു. ശോഭ നടന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ താങ്കളുടെ കാറിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ വരുന്നുണ്ടല്ലോ ചോദിച്ചപ്പോൾ കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? എന്നിട്ട് പോലും വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് കോമഡി ആവുന്നത്. അത് വിട്. ഇനി അടുത്ത എന്താ പറയുക, പിള്ളേരെ ഞാൻ വെച്ചുതരാം കേട്ടോ. വീഡിയോ എടുത്ത പയ്യനെയൊക്കെ വെച്ചുതരാം. പിന്നെ ചേച്ചി മാധ്യമങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് കേൾക്ക്. എന്നിട്ട് ഇവരുടെ കൂടെ ഉള്ളവരാന്ന് തെളിഞ്ഞിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. അതായത് എങ്ങനെ മീഡിയ വണ്ണിന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? നിങ്ങൾ എല്ലാവരും ഞാൻ പറയട്ടെ, നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം എവിടെ? ആ സ്ത്രീ നടന്നു വരുന്നത് എവിടെ? അവർ നടന്നു വരുന്നത് നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ട് അവർ നിങ്ങളുടെ അടുത്തോട്ട് നടന്നു വന്ന്, നിങ്ങളുടെ വണ്ടി അടുത്തോട്ട് നടന്നു വന്ന്. പിന്നെ അത് കാണുന്നില്ല. പിന്നെ അടുത്ത ഷോട്ടാണ് ഞാൻ മുമ്പേ കണ്ടത്. ഇവരുടെ കാറേല അവൾ അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമല്ലോ. എന്നിട്ട് പിന്നെ ഈ കള്ളം കാണിക്കുന്ന, ഈ കള്ളം വന്ന് ഈ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹം നിങ്ങളെ വെറുതെ ഉള്ളൂ. നിങ്ങളുള്ള വില നിങ്ങൾ കൊണ്ട് കളയരുത് ദയവ് ചെയ്ത്. ഇവർക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് തന്നെ പച്ചക്കള. ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നല്ലേ. ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം അടിവരായിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ട് ഞാൻ നിൽക്കൂ. ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. ഒന്ന് രണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ തിരക്കഥയുടെ പിന്നിൽ ഞാൻ പറയട്ടെ, ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയം ചെയ്യും. സുഹൃത്തെ, രേഖ ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് പോണോ അതോ എനിക്ക് സ്ട്രോങ് ലേഡി എന്തിനു ഭയക്കണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി അവിടെ നിന്ന് സംസാരിക്കും. ഇപ്പൊ BJP ഇപ്പം പല ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് എന്തോ BJPയുടെ പ്രത്യേക വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരിക്കലുമല്ല. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു മേയറുണ്ട് പുതിയ.
അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന ഒരു ഇത് തന്നെയാണ്. കുറേ BJP-കാർ ഇപ്പോൾ സംസാരിച്ച് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ശരി, നല്ലത് കണ്ടാൽ നല്ലത് പറയും. കമ്മ്യൂണിസ്റ്റുകാർ കണ്ടാൽ നല്ലതാണെങ്കിൽ നല്ലത് പറയും. അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ വെളുപ്പിക്കാൻ കുറേ ടീംസുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം. കുറേ എണ്ണം അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി എന്തോ നാടി ഇത്. ഇപ്പം എല്ലാവരും വരിക്കും, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ലേ, 2-3 ആൾക്കാർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വീഡിയോസിൽ സെറ്റ് ചെയ്ത് ഞാൻ പേഴ്സണൽ അയച്ചു കൊടുത്ത് എന്ത് തോന്നുന്നു പറഞ്ഞപ്പം ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അവർക്ക് കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി പക്ഷേ ഇവരുടെ സംസാരം മാറ്റാം. നമുക്ക് വേറെ പയ്യൻ പറയുന്നൊന്ന് കേൾക്കാം. വാചകം പോലെ വാചകം കൊണ്ട് തന്നെ പറഞ്ഞല്ലോ വീഡിയോ. ഒരു മിനിറ്റ്. ഓക്കെ, അവർ പറയണ്ടല്ലോ, അവർ ബന്ധു ആയതുകൊണ്ട് കൊടുത്തു. ആറ്റിങ്ങിലും മുംബൈയിൽ മറ്റാണ് ആ സിനി വന്ന സ്ത്രീ താമസിക്കുന്നത്, പൈസ കൊടുത്തത്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആരാ അന്വേഷിക്കുന്നുണ്ട്. അല്ലല്ല, അത് 100% ഉറപ്പാണ്. അപ്പൊ ശോഭിച്ചിട്ട് ആ പറഞ്ഞ ആദ്യം ഞങ്ങൾ സംഭാഷണം തുടങ്ങുന്ന രീതിയിലുണ്ട്. അപ്പൊ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തത് പിന്നെ അവർ ബന്ധു ആയതുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? അത്തരത്തിൽ ലൈംഗിക ചേഷ്ട എന്തെങ്കിലും കാറിൽ ആരെയും കാണിച്ചിരുന്നു? ആരും അത്തരത്തിൽ പെരുമാറുന്ന ആളുകളല്ല. ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അവരെക്കാൾ പക്വതി വിവേകമുള്ള ആളുകളാണ്. കാരണം അവരുടെ അടുത്ത് നിങ്ങൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ കണ്ടത് എല്ലാവർക്കും അറിയാം. ഇതേ തന്നെയാണ് ഈ ഒരു സംഭവം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴുള്ള ജാലതയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായത്. അവർ ആദ്യഘട്ടത്തിൽ അറിഞ്ഞിട്ടില്ല. അവർ കൂടെ അവരുടെ വാഹനത്തിലിരുന്ന സ്ത്രീ പണം നൽകി, ആ പണം നൽകുന്നത് ഞങ്ങൾ കയ്യോടെ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം അവരറിഞ്ഞതിന് ശേഷമാണ് അവർ കാറിലുണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഫുള്ളായി കാണും നിങ്ങൾ എല്ലാവരും. ആ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ ഈ ശോഭാ സുരേന്ദ്രൻ. അല്ലല്ല, പുറമേ നിന്ന് വന്നിട്ടാണ്. അതുകൊണ്ടല്ല പിന്നീട് അവർ മുഖത്തെ വന്നിട്ടില്ലോ. ഉപതാവിലേക്ക് അവർ വരാതിരിക്കാൻ കാരണം അത് പുറമേ ഉള്ളതായതുകൊണ്ടാണ്, പുറത്തുള്ളവരായതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് അയച്ചെന്ന വീഡിയോയിലുണ്ട്, അവരെ വീഡിയോയിലുണ്ട്. അതിന്റെ ആവശ്യമേ ഇല്ല. പാലക്കാട്ടില് വിജയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു ആവശ്യമേ ഇല്ല. ഇവിടെ കണ്ടു, അത് അവിചാരിതമായി കണ്ടൊരു സംഗതി ആയതുകൊണ്ട് എടുത്തു. കാരണം അവര് പറയുന്ന പോലെ സീറ്റ് ഇരിക്കുന്നതും കൂടെ നടക്കുന്ന എല്ലാ വീഡിയോ എടുക്കുന്ന കാര്യമില്ല. അവര് അപ്പൊ വീഡിയോ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണ്ട് മോശമായിട്ട് എന്തോ കാണിച്ചെന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് കാണിച്ചെന്നല്ല ആ പയ്യൻ പറയുന്നത് കേട്ടോ. ഈ ഒരു മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ ഷോപ്പിന്റെ വീഡിയോ കുറച്ചും കാണുകയുണ്ടായി. 3 പേരെ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ അയച്ച വീഡിയോ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റ്, ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. അത് ഞാൻ എന്റെ പ്രൂഫ് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ കാണിച്ചു. ആ സ്ത്രീ കൂടിയുള്ള ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് അവർ ആ വണ്ടിയിൽ ഇല്ലാന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ചോദിച്ചിട്ട് എത്രത്തോളം കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടിന്റെ ഘടന അനുസരിച്ച് നമ്മൾക്ക് ഒരാളിന് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഏത് സംഘടനയിലും ഏത് പാർട്ടിക്കാരെയും പേര് വെക്കുന്ന കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ വണ്ടി അവരുടെ വീഡിയോയിൽ ശോഭ ചേച്ചിയോട് ഞങ്ങൾ ആദ്യം കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ 1-2 വീടുകളിൽ കൊടുക്കുന്നു, ആ വീട്ടിൽ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ ഇവരുടെ ബന്ധുവാണ് അതുകൊണ്ട് പൈസ കൊടുത്തു. ആ ഒരു വാചകം പോലെ മതി. ആ ഒരു വാചകം പോരെ, ആ ഒരു വാചകം പോരെ. ഇത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതൊരു നിഴലാണ്. അയ്യോ എൻ്റെ അമ്മു, ഇത് നിഴലാണെന്ന് അത് തുറക്കുമ്പോ തന്നെ കാണിക്കുവര്. നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. ഇനിയിപ്പോൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും സമയം 8 മണി 9 മണി ആവാറായി. ഇപ്പം ഞാൻ രാത്രി ഷൂട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ വോട്ട് തുടങ്ങും. ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും.